ലോകം കാത്തിരിക്കുകയാണ് ജനുവരി 22 ആകാൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചടങ്ങിന് സാക്ഷിയാകാൻ. അയോധ്യയിൽ രാമക്ഷേത്രം തുറക്കുന്നത് ഒളിപ്പിച്ചുവെച്ച നിരവധി അത്ഭുതങ്ങളോടെയാണ്. ക്ഷേത്രം വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കുമ്പോൾ അയോധ്യാപുരി അത്ഭുതങ്ങളുടെ നഗരവുമാകും. അത്രമേൽ സവിശേഷതകളാണ് അയോധ്യ രാമക്ഷേത്രത്തിനുള്ളത്. ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ തുടങ്ങുന്നു ആ സവിശേഷതകൾ. പരമ്പരാഗത ഗുർജര ചാലൂക്യ നഗർ വാസ്തുശൈലിയിലാണ് ക്ഷേത്ര നിർമ്മാണം. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ 380 അടി നീളവും 250 അടി വീതിയുമാണ് ക്ഷേത്രത്തിനുള്ളത്. ഉയരം 161 അടിയും 20 അടി ഉയരമാണ് ഓരോ നിലയ്ക്കുമുള്ളത്. ഇങ്ങനെ 3 നിലകളുണ്ട് ക്ഷേത്രത്തിന്. ആകെ 392 തൂണുകളും 44 കവാടങ്ങളും ക്ഷേത്രത്തിലുണ്ട്. നഗർ വാസ്തുവിദ്യ ഉത്തരേന്ത്യൻ ശൈലിയിലുള്ളതാണ്. കുംഭങ്ങൾ ചാർത്തിയ പിരമിഡ് രൂപത്തിലുള്ള ശിഖാരങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം തെരഞ്ഞെടുത്തിരുന്നു. കർണാടകയിലെ അരുൺ യോഗിരാജാണ് വിഗ്രഹം നിർമ്മിച്ചത്. പ്രധാന ഗർഭഗൃഹത്തിൽ ഈ രാംലല്ല വിഗ്രഹമാകും പ്രതിഷ്ഠിക്കുക. അമ്പും വില്ലുമായി നിൽക്കുന്ന ബാലനായ രാമന്റെ വിഗ്രഹമാണ് ഇത്. 7 മാസം കൊണ്ടാണ് അരുൺ വിഗ്രഹം നിർമ്മിച്ചത്. കൃഷ്ണശിലയിലാണ് ഇതും തീർത്തിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ 1ാമത്തെ നിലയിൽ ശ്രീരാം ദർബാറും ഉണ്ടായിരിക്കും. 5 മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിലുണ്ടാവുക. നൃത്തമണ്ഡപം, രംഗമണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തന മണ്ഡപം എന്നിങ്ങനെയാണ് അവ. തൂണുകളിലും ചുവരുകളിലും ദേവീദേവന്മാരുടെയും അപ്സരസുകളുടെയും ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കിഴക്ക് ദിക്കിൽ നിന്ന് 32 പടികൾ കയറി വേണം കവാടത്തിലൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ. അംഗപരിമിതരെയും വൃദ്ധ തീർത്ഥാടകരെയും കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ റാമ്പും ലിഫ്റ്റുമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് 4 ചുറ്റും 732 മീറ്റർ നീളത്തിലും 14 അടി വീതിയിലും ചുറ്റുമതിലുണ്ടാകും. 4 കോണുകളിലായി സൂര്യൻ, ഭഗവതി, ഗണപതി, ശിവൻ എന്നിവർക്കായി ഉപക്ഷേത്രങ്ങളും ഉണ്ടാകും. വടക്കേ കോണിൽ അന്നപൂർണ ദേവി ക്ഷേത്രവും തെക്കേ കോണിൽ ഹനുമാൻ പ്രതിഷ്ഠയും ഉണ്ടായിരിക്കും. ക്ഷേത്ര സമീപത്തായുള്ള പൗരാണികമായ കിണറായ സീതാകൂപം നവീകരിച്ചിട്ടുണ്ട്. ക്ഷേത്ര സമുച്ചയത്തിൽ വാൽമീകി മഹർഷി, വസിഷ്ഠ മഹർഷി, വിശ്വാമിത്ര മഹർഷി, അഗസ്ത്യമുനി, നിഷാദരാജാവായ ഗുഹൻ, ശബരി, ഋഷിഭഗ്നി അഹല്യ എന്നിവർക്കായും ക്ഷേത്രങ്ങളുണ്ടാകും. ക്ഷേത്ര സമുച്ചയത്തിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള നവരത്ന കുബേർ കുന്നിലെ പുരാതന ശിവക്ഷേത്രം നവീകരിച്ച് അവിടെ ജടായു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഇരുമ്പ് കലർന്ന ഭാഗങ്ങളൊന്നുമില്ല. തറയിലും കോൺക്രീറ്റ് രഹിത നിർമ്മാണ രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിനടിയിൽ 14 മീറ്റർ കനത്തിൽ റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് പാകിയിട്ടുണ്ട്. ഒരു കൃത്രിമ പാറയുടെ മാതൃകയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ക്ഷേത്ര സമുച്ചയത്തെ മണ്ണിന്റെ ഈർപ്പത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 21 അടി ഉയരത്തിൽ കരിങ്കല്ലുകൊണ്ട് പ്ലിന്ത് ബീം നിർമ്മിച്ച് ബലപ്പെടുത്തിയിട്ടുണ്ട്. മലിനജല ശുദ്ധീകരണ പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അഗ്നിശമനത്തിനുള്ള സേഫ്റ്റി സംവിധാനങ്ങൾ, സ്വതന്ത്ര വൈദ്യുതി നിലയം എന്നിവ ക്ഷേത്ര സമുച്ചയത്തിൽ നിർമ്മിച്ചിട്ടുണ്ട്. അതിനാൽ ബാഹ്യ വിഭവങ്ങളെ വളരെ പരിമിതമായി ആശ്രയിച്ചാൽ മതിയാകും. 25,000 പേരെ ഉൾക്കൊള്ളാവുന്ന പിൽഗ്രിം ഫെസിലിറ്റി സെന്ററിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. അവിടെ തീർത്ഥാടകരുടെ ലഗേജുകളും സൂക്ഷിക്കുന്നതിന് ലോക്കറുകളും മെഡിക്കൽ സൗകര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും. ക്ഷേത്ര പരിസരത്ത് കുളിമുറി, ടോയ്ലറ്റ്, വാഷ് ബേസിൻ, തുറന്ന ടാപ്പുകൾ തുടങ്ങിയ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. പൂർണ്ണമായും ഇന്ത്യൻ പാരമ്പര്യമനുസരിച്ച് തദ്ദേശീയമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുമാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. പരിസ്ഥിതി ജല സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട്. മൊത്തം 70 ഏക്കർ വിസ്തൃതിയിൽ 70% പ്രദേശവും പച്ചയായി നിലനിൽക്കും. അയോധ്യാപുരി അത്ഭുതങ്ങളുടെ ലോകമാണ് വിശ്വാസികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജനുവരി 22 മുതൽ അയോധ്യയിലേക്ക് വിശ്വാസി പ്രവാഹമാകുമെന്ന് ഉറപ്പാണ്.